പലസ്തീനെ അംഗീകരിക്കുന്നത് ഹമാസിനെ അംഗീകരിക്കുന്നതിന് തുല്യമാണെന്ന് ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗസയിലെ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണം, എന്നാൽ സമാധാന ശ്രമങ്ങളോട് സഹകരിക്കാത്തത് ഹമാസ് എന്നും ട്രംപ് ആരോപിച്ചു. താരിഫ് തങ്ങളുടെ പ്രതിരോധ മാർഗമാണെന്നും ട്രംപ് ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്തു പറഞ്ഞു. ഗസയെക്കുറിച്ചും താരിഫിനെക്കുറിച്ചും പറഞ്ഞ ഭാഗങ്ങൾ മാറ്റി നിർത്തിയാൽ ഡൊണാൾഡ് ട്രംപ് ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ പുതുമയൊന്നും ഉണ്ടായിരുന്നില്ല. ഗസയിലെ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ട്രംപ് ഹമാസ് സമാധാന ശ്രമങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാരോപിച്ചു. യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ആദ്യം ഹമാസ് ബന്ദികളാക്കി വെച്ച ഇസ്രായേലികളെ വിട്ടയക്കണം. 20 ബന്ദികളെയും തിരിച്ചു വേണം. കൃത്യമായി പറഞ്ഞാൽ 38 പേരുടെ മൃതദേഹവും കിട്ടണം, ട്രംപ് പറഞ്ഞു. പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുന്നതിലൂടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഹമാസിനെ അംഗീകരിക്കുകയാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് പണം നൽകുന്നത് ഇന്ത്യയും ചൈനയുമാണെന്ന വിമർശനവും ട്രംപ് ഉന്നയിച്ചു. ഇന്ത്യ പാക് സംഘർഷമടക്കം 7 യുദ്ധങ്ങൾ താൻ ഇടപെട്ട് അവസാനിപ്പിച്ചു എന്ന അവകാശവാദം ആവർത്തിക്കുകയും ചെയ്തു. താരിഫിനെ തങ്ങൾ പ്രതിരോധമായി ഉപയോഗിക്കുകയാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. കാലാവസ്ഥാ വ്യതിയാനവും ഊർജ്ജ സംരക്ഷണവും കാർബൺ ഫുട് പ്രിന്റും ഉൾപ്പെടെയുള്ള എല്ലാ പാരിസ്ഥിതിക വിഷയങ്ങളും തട്ടിപ്പാണെന്ന സ്ഥിരം വാദം ട്രംപ് ആവർത്തിച്ചു. ലോകത്തെ നിർമ്മിച്ചത് തങ്ങളാണ്, അമേരിക്കയില്ലാതെ വരുംകാലം ആർക്കും ലോകത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്നും പറഞ്ഞാണ് ട്രംപ് പ്രസംഗം അവസാനിപ്പിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.